കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ ഏതെങ്കിലും റൂമിലേക്ക്. അതന്നെ കൊതുക്. അത് നമ്മള് തുറന്നിടുമ്പോ നമുക്ക് മഴയത്തൊന്നും തുറന്നിടാൻ പറ്റണില്ല അല്ലെ, വിൻഡോ. കൊതുക് വരുന്ന കാരണം. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആണിത്. അതന്നെ. ഒരെണ്ണം ഈ വലിയ വിൻഡോയ്ക്കും ഒരെണ്ണം ചെറിയ വിൻഡോയ്ക്കാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് എന്നൊന്നും അറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ അത് ഓപ്പൺ ആക്കാൻ പോകും. പിന്നെ നമ്മുടെ ബെഡ്റൂമിലേക്ക് ഈ വിൻഡോയിലാണ് കേട്ടോ ഞങ്ങള് വാങ്ങിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഓരോന്ന് വാങ്ങിച്ചത്. ഇവിടെ എയർ ഹോള് വരെ അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, AC റൂം ആയ കാരണം എയർ ഹോള് വരെ ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. അത് കാരണം നമുക്ക് എന്താ മഴയത്തൊന്നും ഒരു തണുപ്പും കിട്ടില്ല. നല്ല മഴ പെയ്യുമ്പോഴും നമുക്ക് AC ഇടേണ്ട വരികയാണ് ചെയ്യുന്നത്. ഇത് അടച്ചാൽ നമുക്ക് കൊതുക് അടക്കില്ല, ഒന്നും ചെയ്യില്ല. നമുക്ക് രാത്രിയായിട്ട് ജനൽ അടച്ചാൽ മതി. അപ്പൊ നമ്മുടെ റൂമിലൊക്കെ നല്ല അപ്പൊ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നല്ല തണുപ്പായിരിക്കും. മെയിനായിട്ടും കൊതുകിനെ കളയാനുള്ള കളയാനല്ല, കൊതുക് നെറ്റാണ്. ആദ്യം നമുക്ക് വലിയ വിൻഡോ ഒട്ടിക്കാം. ഓക്കെ, വലിയ വിൻഡോയില് ആദ്യം ഒട്ടിക്കാം. ആദ്യം അത് അൺബോക്സ് ചെയ്യും ഫ്രണ്ട്സ്. ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഞങ്ങള് വാങ്ങിയത്. അപ്പൊ മുത്തൂസ് അത് പൊട്ടിക്കാണ്. ഓപ്പൺ ആക്കുക. എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ മുത്തേ. ഇത് ബ്ലാക്ക്. അത് ഓ ബ്ലാക്ക് ആണോ? ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ്. ഓ ചെറിയ വിൻഡോമേ ഏതാ ബ്ലാക്ക്? ഇത് വലിയ വിൻഡോനുള്ളത് ബ്ലാക്ക് ആണ് അല്ലേ? ഓ ഇതാണ് ഫ്രണ്ട്സ് നെറ്റ്. അമ്മ പക്ഷെ എനിക്ക് തോന്നുന്നു 2 വിൻഡോമേ ഒട്ടിച്ചാ മതിയാ മുത്തേ. അപ്പൊ എല്ലാ വിൻഡോയും തുറന്നിട്ടുണ്ടല്ലോ. 2 എത്തുമ്പോ പറ്റില്ലേ? നോക്കട്ടെ മുത്തേ. പറ്റണം. കാണുന്നില്ല മുത്തൂസ് അങ്ങനെ വെക്കുമ്പോ. ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നെറ്റ്. കണ്ടോ, ഇതാണ് നെറ്റ്. കൊതുകിന് ഒട്ടും കടക്കാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ട്സ്. കണ്ടോ ഇത് നമ്മള് ചെരുപ്പൊക്കെ, മുത്തൂസിന്റെ ചെരുപ്പൊക്കെ ഇത് ഒട്ടിക്കുന്ന പോലെ അല്ലേ? അങ്ങനെ ഒട്ടിക്കാനല്ലേ? ഒട്ടിക്ക്. ഇവിടെ പശ, ഇത് വിൻഡോ ഒട്ടിക്കും. നല്ല പശയല്ല മുത്തേ, നല്ല ടൈറ്റ് പശയാണ് അത്. പിന്നെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ കണ്ട പശയുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ വെക്കുക. കണ്ടോ, ഇത് എനിക്ക് എവിടെയോ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടുപരിചയം പോലെ. സൈഡിലാക്കി ഒട്ടിക്കുന്ന മുത്തേ, അല്ലെങ്കിൽ ഇങ്ങോട്ട് എത്തില്ല. ഓ എനിക്ക് നാനോ ടാപ്പ് പോലെ തോന്നുന്നു ഇതിന്റെ ബാക്ക്. കണ്ടോ, ഡബിൾ ടാപ്പിന്റെ കറക്റ്റ് ഇതല്ല. ഓ ഇനി അത് ഒട്ടിക്ക്. ഇതിന്റെ വേണ്ടേ മറ്റേ ഓക്കെ ദിവസം ഒട്ടിക്കാണ്. അപ്പോ പൂച്ചയൊക്കെ വരുമ്പോ വിചാരിക്കും ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്. ഈ 2 വിൻഡോ എപ്പോഴും തുറന്നിടാം. ഹാളിലൊക്കെ ഇരിക്കുമ്പോ ഈ 2 വിൻഡോ എപ്പോഴും തുറന്നിടാം. മുത്തൂസിന് നാളൊരു തേനീച്ച കുത്തി ഫ്രണ്ട്സ്. മുത്തൂസ് ഹാളിൽ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പൊ ഇത് വിൻഡോ തുറന്നു എടുക്കാൻ നല്ല മഴ. അപ്പൊ മുത്തൂസിന് നല്ല മഴയും അകത്തിരുന്ന് മഴ കാണുന്ന പറഞ്ഞിട്ട് ഞങ്ങള് വിൻഡോ തുറന്നിട്ടതാണ് ഫ്രണ്ട്സ്. ഒരു കടന്നലല്ല മുത്തൂസേ, തേനീച്ച വന്ന് മുത്തൂസിനെ കുത്തിയിട്ടോ ഫ്രണ്ട്സ്. അന്ന് ഞങ്ങൾ വിചാരിച്ചത് ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ. അങ്ങനെ ആമസോണിൽ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇതുപോലെ വിൻഡോയിൽ ഒട്ടിക്കുന്ന നെറ്റ്. നമ്മൾ കറക്റ്റ് അളവ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. കറക്റ്റ് 2 ഇതിൽ ഒട്ടിക്കാനാണ് കൊടുത്തത്. പക്ഷെ ജസ്റ്റ് ഒരു മിസ്സിങ് വന്നു. ഇവിടെ ജസ്റ്റ് ഒരു അളവ് തെറ്റിപ്പോയി, അതാണ് ഇത്രയും. എന്നാലും കുഴപ്പമില്ല, ഇവിടെ ഗ്യാപ്പില്ല. കണ്ടോ, ഗ്യാപ്പില്ല. അല്ലെങ്കിൽ ഇത് ഇവിടെയാണ് ഒട്ടിക്കേണ്ടത്, ഇത് ഇങ്ങോട്ട്. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഈ വിൻഡോമേ ഇങ്ങനെ കമ്പിമക്കോടെ ഇങ്ങടെ വന്നു. അല്ലെങ്കിൽ ഈ മരത്തുമ്മക്കോടെയാണ് ഇങ്ങനെ വരിക ഒട്ടിക്കുക. ഇവിടെ കണ്ടോ, മരത്തുമ്മക്കോടെ തന്നെയാണ് ഇവിടെ ഒട്ടിച്ചത്. എന്നാലും മരത്തിൻ്റെ സൈഡിൽ കൂടെ വന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് മിസ്, കുഴപ്പമില്ല. ഇതിൽ നോക്കൂ ഫ്രണ്ട്സ്, നെറ്റ് ഉണ്ടെന്ന് ഒട്ടും അറിയണില്ല ഫ്രണ്ട്സ്. കണ്ടോ, ബ്ലാക്ക് തന്നെ ആവും നല്ലത് അല്ലേ മൊത്തം. വൈറ്റ് ചിലപ്പോൾ അറിയണ്ടോ. അതല്ലേ ഞാൻ ഇത് മറക്കും, ചില സമയത്ത് മറക്കും നമ്മള്. അപ്പൊ ഇത് കാണില്ല. അപ്പൊ ഞാൻ
ഒട്ടറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. വിൻഡോമേ ഇതിലുള്ള കാര്യം ഒട്ടും അറിയില്ല. നമുക്ക് അകലെ നിന്ന് പിടിക്കുമ്പോ ഒട്ടും അറിയില്ല മുത്തേ, അങ്ങനെ ഒരു സംഭവേ ഇല്ല. അതന്നെ, എട്ടുകാലിനെ പേടിയുള്ള മുത്തൂസിന് അതൊരു ഇതായി. ഇനി ഇവിടെയാണ് ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതിന്റെ ടാപ്പ് അല്ലേ? ഓ, ഇതാണ് അതിന്റെ ടാപ്പ്. ഇത് വൈറ്റ് കളറാണ് കേട്ടോ ഫ്രണ്ട്സ്. ടാപ്പ് നല്ല ഭംഗിയില്ലേ? വാവ്, കുത്തപ്പനാല. ആ പോയി 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 പോയി. ഇനി അതൊട്ടിക്ക്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. വൈറ്റ് കളർ ഇത് എവിടെയാ? ഇത് അതന്നെ കാണുന്നില്ല എവിടെ പൊളിക്കണ്ടേന്നുള്ളത്. ഇത് അടിപൊളി ഒരു ഐഡിയ അല്ലേ മുത്തൂസേ? ഒട്ടിച്ചോളൂ. ചുളിയാണ്ട് ഒട്ടിക്കുന്നേ. അങ്ങനെയല്ല, ഇത് അതിന് വേണ്ടി അതിങ്ങനെ ഒട്ടിക്കുന്നതല്ല, മുത്തൂസിന്റെ ചെരുപ്പ് ഒട്ടിക്കുന്ന പോലെ അങ്ങനെ ഒട്ടിച്ചിട്ട് അങ്ങനെ അടയ്ക്കുക. ദേവിയുടെ വരെ ജസ്റ്റ് ഒന്ന് ഊരാ, എന്നിട്ട് ഇങ്ങനെ വിൻഡോ അടയ്ക്കുക. സിമ്പിളാണ്, സിമ്പിളായിട്ട് ഇറക്കി. ഇപ്പൊ തുറന്നിട്ടോ മുത്തേ. ചെരുപ്പ് ഇങ്ങനെ ഒട്ടിക്കില്ലേ? എന്റെ ബ്ലാക്ക് ചെരുപ്പ് ഒട്ടിക്കില്ല, അതുപോലത്തെ അതന്നെ, അതാണിത്. അപ്പൊ പിന്നെ സിമ്പിൾ ആയിട്ട് ഇത് ഊരി വിൻഡോ അടയ്ക്കാൻ പറ്റും. അതന്നെ. ഇനി നമുക്കിത് രാത്രി ആവുന്നവരെ ഓപ്പൺ ചെയ്തിടാ. ഇനി നമുക്കൊന്നും കേറുന്ന പേടിയേ വേണ്ട. റൂമിലെപ്പോഴും ഈ മഴയല്ലേ, തണവ് ഉണ്ടാവും. അതന്നെ, കുഞ്ഞിപ്പൂച്ച വരില്ല. കുഞ്ഞിപ്പൂച്ചക്ക് എപ്പോഴും അകത്തും മീൻ വറുത്തത്. മുത്തൂസിന്റെ മീൻ വറുത്തത് ഇനി പൂച്ചക്ക് പറ്റില്ല. ഇല്ലെങ്കിൽ അത് വാങ്ങി നോക്കിയോളൂ കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് എല്ലാ വീട്ടിലും. അതന്നെ, നമുക്ക് വിൻഡോ ഒക്കെ എപ്പോഴും ഇടയ്ക്കൊക്കെ തുറന്നിടണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രഷ് എയർ കയറൂല റൂമിലൊന്നും. എപ്പോഴും ഇങ്ങനെ മുത്തൂസിന് 8 കാലിനെ പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ 8 കാലിന്ന് എടുത്ത് പറയുന്നത് മുത്തൂസ്. അപ്പൊ നമുക്ക് ഫ്രഷ് എയർ റൂമിൽ കയറാനും നമ്മുടെ ഇങ്ങനെ കെട്ടിക്കിടക്കണ എയർ പോവാനും ഇടയ്ക്കിടയ്ക്ക് വിൻഡോ ഓപ്പൺ ആക്കി ഇടണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എപ്പോഴും നമുക്ക് ധൈര്യം ഉണ്ടാവില്ല, ഇങ്ങനെ എന്തെങ്കിലും കയറി വരുമോ എന്നുള്ളൊരു അല്ലേ. ഞാന് ഈ ബെഡ്റൂമിന്റെ വിൻഡോ ഇടയ്ക്ക് തുറന്നിടുമ്പോ തന്നെ അമ്മ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കും. അതന്നെ, ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം എന്റെ ഉള്ളിൽ കൂടെ വല്ലതും വരുന്നുണ്ടോ, വല്ല 8 കാലി അല്ല വല്ല പുഴുവാ അങ്ങനെയൊക്കെ. അല്ലല്ല, അമ്മക്ക് 8 കാലിന് പേടിയില്ല. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ മരങ്ങള് ഇവിടെയൊക്കെ മരങ്ങളാണ് ഫ്രണ്ട്സ്. ഇതുപോലെ തട്ടി വീടുമ്മക്ക് ഏകദേശം എത്തി നിൽക്കുന്ന മരങ്ങളാണ് കേട്ടോ ഫ്രണ്ട്സ്. മരങ്ങളൊന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ ഇതിന്റെ പേരില്. മരങ്ങൾ എപ്പോഴും നമുക്ക് ആവശ്യമല്ലേ, നമുക്ക് എപ്പോഴും തണൽ തരാനും. ഇപ്പൊ മഴയത്താണ് ഇപ്പൊ തണവ്, ചൂട് കാലത്ത് മരങ്ങളില്ലെങ്കിൽ ഭയങ്കര കഷ്ടല്ലേ. അപ്പൊ അത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ. റൂമിന് ഭയങ്കര തണുപ്പ്, കാരണം ജനല തുറന്നിട്ടേക്കല്ല, വിൻഡോ തുറന്നിട്ടേക്കണായതുകൊണ്ട് ഭയങ്കര തണുപ്പുണ്ട് ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ റൂമിൽ എപ്പോഴും ഒരു ഫ്രഷ് എയറിന്റെ സാന്നിധ്യം ഉണ്ട് ഇപ്പൊ. അതന്നെ, റൂമിൽ എപ്പോഴും ഫ്രഷ് എയർ വേണം. അപ്പൊ അല്ലെങ്കിൽ എപ്പോഴും അടച്ചിട്ടുണ്ടെങ്കിൽ റൂമിലെ എയർ ഒന്നും പുറത്തേക്ക് പോവില്ല, ബാഡ് എയർ പുറത്തേക്ക് പോവില്ല, ഫ്രഷ് എയർ അകത്തേക്ക് കയറൂല, ഗുഡ് എയർ വരൂല, ബാഡ് എയർ പോവില്ല. ബാഡ് എയർ പോവില്ല ഫ്രണ്ട്സ്. അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതന്നെ, ഭയങ്കര ധൈര്യമായി. അവിടെ ഇരിക്കാൻ നല്ല ധൈര്യമായില്ലേ മുത്തൂസിന്? 8 കാലിന് അത്ര പേടിയാണ് കേട്ടോ മുത്തൂസിന്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റൂമില് റീഫ്രഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിൻഡോ തുറന്നിടണം. അപ്പോ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാര്യം അറിയൂല അല്ലേ ഒട്ടും. ഈ വൈറ്റ് ചീങ്കൂടി മാറിയണ പോലെ തോന്നുന്നുണ്ട്, ഒരു മഞ്ഞ പോലെ. അതന്നെ, ബ്ലാക്ക് കളറാണ് കൂടുതൽ നല്ലതല്ലേ മുത്തേ? ഒട്ടും അറിയണില്ല. ഇവിടെ വന്ന് നോക്കുമ്പോ സൂക്ഷിച്ച് ഇങ്ങനെ വന്ന് നോക്കണം.
നോക്കണം അല്ലേ? അപ്പോഴാ അറിയണം. ആ അവിടുത്തെ സാധനം ഫ്രണ്ടിൽ നോക്കി നോക്കിയ മുത്ത്. അവിടെ നിന്ന് അവൻ്റെ ഒരടിയിൽ തുറന്നു വെച്ച മുത്തെ അടിഭാഗം. ആ ഫ്രണ്ടിൽ നിന്ന് അറിയുന്നില്ലേ? ഇല്ല അല്ലെ, പുറത്തൊന്നും അറിയുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ എങ്ങനെയുള്ളത്. ഇതെല്ലാവരും ഒന്ന് വാങ്ങി നോക്കാം. അടിപൊളി ഐഡിയ ആണ് വിൻഡോ തുറന്നിടാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.